ഈയിടെ ഹിറ്റ് സംവിധായകൻ ബോളിവുഡിൽ ആദ്യമായി ഒരു സിനിമ ചെയ്യുമ്പോൾ ആരാധകർക്ക് ആവേശവും ഭയവുമായിരുന്നു. കാരണം രണ്ടും രണ്ട് തരം ഇൻഡസ്ട്രിയാണ്. തെന്നിന്ത്യയിലെ വിജയ സിനിമകളും വിഷയങ്ങളും ചിലപ്പോൾ ബോളിവുഡിന് ദഹിച്ചെന്ന് വരില്ല. എന്നാൽ ആ ആശങ്കകളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ബോളിവുഡിലെ അരങ്ങേറ്റ ചിത്രം തന്നെ റെക്കോർഡ് കളക്ഷനിലെത്തിച്ച തമിഴകത്തിന്റെ മാസ് സംവിധായകനാണ് ആറ്റ്ലി. അപ്പോൾ പറഞ്ഞു വന്നത് ഷാറൂഖ് ഖാന്റെ ജവാനെ കുറിച്ചാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് വരുൺ ധവാന്റെ ബേബി ജോണിനെ കുറിച്ചാണ്. ബേബി ജോണിലെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇറങ്ങിയതോടെ ആറ്റ്ലിയുടെ ബോളിവുഡിലെ രണ്ടാം അംഗത്തിന്റെ ആവേശം കൂടുകയാണ്. ആദ്യ ദൗത്യത്തിന്റെ വമ്പൻ വിജയശേഷം ആറ്റ്ലി രണ്ടാം അംഗത്തിന് ഒരുങ്ങുകയാണ്. എന്നാൽ പുതിയ ചിത്രമല്ല, ആറ്റ്ലി തന്നെ ചെയ്ത ഒരു തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണ് ഹിന്ദിയിൽ വരുൺ ധവാനെ വെച്ചൊരുക്കുന്നത്. പക്ഷേ അതൊരിക്കലും വെറുമൊരു റീമേക്ക് ആയിരിക്കില്ലെന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബേബി ജോണിന്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വീഡിയോ. വീഡിയോയിൽ ഒരു മാസ് കഥാപാത്രമായാണ് വരുൺ ധവാൻ എത്തുന്നത്. തെയ്യം തിറ തുടങ്ങിയ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തി ഒരുക്കിയ ഈ ഒരു വീഡിയോ ഒരു മാസ് എന്റർടൈനർ പരിവേഷത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. വിജയുടെ കരിയറിലെ ആദ്യത്തെ 200 കോടി കളക്ഷൻ നേടിയ സിനിമയായിരുന്നു തെരി. വിജയെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ റീമേക്കായാണ് ബേബി ജോൺ എത്തുന്നത്. വിജയ്, സാമന്ത, എമി ജാക്സൺ, പ്രഭു, നൈനിക തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രമായിരുന്നു 2016 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആ വർഷത്തെ രണ്ടാമത്തെ ചിത്രം. എന്നാൽ ബേബി ജോൺ കുറച്ച് വ്യത്യസ്തമായ ഒന്നായിരിക്കുമെന്നാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയ ആറ്റ്ലിയും മുറാദ് ഖേദാനിയും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് കാലീശ്വരനാണ്. ആറ്റ്ലിയുടെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് കലീസ്. ചിത്രം മെയ് 31 തിയേറ്ററുകളിലെത്തുക. വരുൺ ധവാന്റെ കരിയറിലെ ആദ്യത്തെ ആക്ഷൻ റോൾ ആയിരിക്കും ബേബി ജോൺ എന്നാണ് വിലയിരുത്തലുകൾ. കീർത്തി സുരേഷ്, വാമിക ഗബ്ബി, ജാക്കി ഷ്രോഫ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസറുടെ പ്രണയവും വിവാഹവും ശത്രുക്കളാൽ നശിപ്പിക്കപ്പെട്ട കുടുംബവും പിന്നീട് മകളോടൊത്തുമുള്ള മറ്റൊരു ഐഡന്റിറ്റിയിലെ ജീവിതവുമായിരുന്നു തെരിയിലെ കഥാപശ്ചാത്തലം. പിന്നീട് ശത്രുക്കൾ തിരിച്ചറിയുന്നതും പോരാട്ടവുമാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. റീമേക്ക് ആണെങ്കിലും പൂർണ്ണമായും അതേ കഥാപശ്ചാത്തലത്തിലൂടെ തന്നെയാണോ ബേബി ജോണും സഞ്ചരിക്കുക എന്നത് വ്യക്തമല്ല. പക്ഷേ വിജയ് അഭിനയിച്ച് റെക്കോർഡ് കളക്ഷൻ ഇട്ട ഒരു ചിത്രത്തിന്റെ റീമേക്ക് ഇപ്പോൾ വരുമ്പോൾ അത് എത്രത്തോളം ആരാധകർ ഏറ്റെടുക്കും എന്നതൊരു ചോദ്യമാണ്. കാരണം തെരിയിലെ വിജയ്ക്ക് പകരം വെക്കാനാവുമോ ബേബി ജോണിലെ വരുൺ ധവാൻ എന്ന് കണ്ടറിയേണ്ട ഒന്നാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.